Dear friends, I am M.A. Rashid, consulting psychologist. Hello everyone, welcome to today's presentation on panic disorder. A panic disorder is a type of anxiety disorder that can be debilitating and disrupting daily life. പാനിക് ഡിസോർഡർ എന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന ഉത്കണ്ഠ രോഗമാണ്. അത് ഡെയിലി ലൈഫിനെയും അതുപോലെ ദുർബലപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് പാനിക് ഡിസോർഡർ? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ഇമ്പാക്റ്റ്? അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് പാനിക് ഡിസോർഡർ? എന്താണ് പാനിക് ഡിസോർഡർ? പാനിക് ഡിസോർഡർ is a mental health condition characterized by recurring panic health which are intense episodes of fear or discomfort. These attacks can be unpredictable and overwhelming, making it challenge to the function in daily life. അതായത് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് ആവർത്തിച്ചുള്ള പാനിക് അറ്റാക്കുകളാണ്. അതായത് ഉത്കണ്ഠയും അതുപോലെ ഭയവും ഒക്കെ നിറഞ്ഞ പ്രത്യേക ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പാനിക് ഡിസോർഡറിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് റാപ്പിഡ് ഹേർട്ട് ബീറ്റ് ആണ്. ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പുണ്ടാകും. ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, ശ്വാസതടസ്സം പോലെ അനുഭവപ്പെടും. അതുപോലെ ഫീലിങ്സ് ഓഫ് ഇംപെൻഡിങ് ഡൂം ഓർ ഡെത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, മരിക്കാൻ പോകുകയാണെന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള മൊത്തത്തിൽ ഒരു ഹാർട്ട് അറ്റാക്കിനൊക്കെ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരവസ്ഥ ഇത് ഉണ്ടാക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ പ്രയാസം, ആങ്സൈറ്റി, ഡിപ്രഷൻ, സോഷ്യൽ ഐസൊലേഷൻ ഡ്യൂ ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ അതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പേടിയെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ റിലാക്സ് കൊടുത്തുകൊണ്ട് ആ രോഗിയിലുള്ള ഭയത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇനി വരുമെന്നുള്ള പേടിയില്ലാതെ അത് വരാനുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത കുറക്കുന്ന രൂപത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിന് മെഡിക്കേഷൻ ചിലപ്പോൾ വേണ്ടിവരും. അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നല്ല നിലയിൽ പരിഹരിക്കാൻ നമുക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് സഹായിക്കാൻ പറ്റും. അതിന് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാനിക് ഡിസോർഡറിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.